പൊളിറ്റീഷ്യൻ ബ്യൂറോക്രാറ്റ് എന്നുള്ളൊരു കോമ്പിനേഷൻ കേരളത്തിൽ അങ്ങനെ അധികം കാണാത്തൊരു കോമ്പിനേഷനാണ്. അത് പ്രൊഫഷണൽ ലൈഫിൽ ഏതെങ്കിലും രീതിയിൽ അത് ഹെൽപ്പ് ചെയ്യുകയോ ഡിസഡ്വാൻറ്റേജ് ആകുകയോ ചെയ്തിട്ടുണ്ടോ? വ്യക്തിപരമായിട്ട് എനിക്കില്ല. പ്രൊഫഷണൽ ലൈഫിൽ obviously you not come from a family, your husband represents a certain political ideology represent ചെയ്യുന്ന ആളാണ്. താങ്കൾ വർക്ക് ചെയ്യുന്ന ഗവൺമെന്റ് മറ്റൊരു ഐഡിയോളജി റെപ്രസെന്റ് ചെയ്യുന്നതാണ്. ഏതെങ്കിലും തരത്തിലൊരു ക്ലാഷ് ഓഫ് ഐഡിയാസോ അല്ലെങ്കിൽ? ഇല്ല, ഞാൻ ഇപ്പം 2016 എൻ്റെ ആദ്യത്തെ നിയമനം മുതൽ ഈ സർക്കാരിൻ്റെ കീഴിൽ തന്നെയാണ് ഞാൻ ജോലി ചെയ്തിട്ടുള്ളത്. എനിക്ക് നീതിയുക്തമായിട്ടുള്ള അവസരങ്ങളും ചുമതലകളും എൻ്റെ ജോലിയെയും എൻ്റെ കൃത്യനിർവഹണത്തെയും മാത്രം വിലയിരുത്തിക്കൊണ്ട് ലഭിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ പൂർണ്ണ വിശ്വാസം. അപ്പോൾ അതൊരു ബാഹ്യ ഘടകമായിട്ടേ കാണേണ്ടവർ കണ്ടിട്ടുള്ളൂ. സിഎമ്മിനെ കുറിച്ച് നമ്മൾ പൊതുവെ പൊതുജനങ്ങളും ബ്യൂറോക്രാറ്റ്സും ഒക്കെ പറയുന്നത് മൂക്കിന്റെ തുമ്പത്ത് ചുണ്ടി എന്ത് പറഞ്ഞാലും പുള്ളി വിറച്ചുകൊണ്ട് സംസാരിക്കുക അല്ലെങ്കിൽ എന്താണ് എന്ന് പറയുന്നത്. എങ്ങനെയായിരുന്നു സിഎമ്മുമായിട്ടുള്ളവര് ഈ കൊല്ലങ്ങളിലുള്ളവര് അടുത്തുള്ള ഒരു അനുഭവവും മറ്റു സാധനങ്ങളും? എനിക്ക് ഒരു വലിയൊരു ശക്തിയും ധൈര്യവുമാണ് അദ്ദേഹം. എപ്പോഴും എല്ലാ കാര്യങ്ങൾക്കും ഒരു വളരെ ദീർഘവീക്ഷണത്തോടു കൂടി കാര്യങ്ങൾ നോക്കി ഉപദേശങ്ങൾ നൽകുന്ന ഒരു വ്യക്തിയായിട്ടേ എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളൂ. അപ്പോൾ ഈ പറഞ്ഞ പോലെ എന്നും നമ്മൾ വ്യക്തമായിട്ടൊരു പ്രവൃത്തി ചെയ്യുമ്പോൾ അതെന്താണ് നമ്മൾ ചെയ്യുന്നത് എന്നുള്ളതും അത് ഉത്തമ ബോധ്യത്തോടു കൂടി ജനഹിതത്തിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് എന്നുള്ളത് തെളിയുമ്പോൾ തീർച്ചയായിട്ടും എന്നും പിന്തുണ മാത്രമേ നൽകിയിട്ടുള്ളൂ എന്നെ സംബന്ധിച്ചിടത്തോളം. താങ്കളുടെ അനുഭവമായിരിക്കും പറഞ്ഞത്, പക്ഷെ അതിന് എതിരെ ഭയങ്കരമായിട്ടൊരു വിമർശനം സ്വാഭാവികമായിട്ടും ഉണ്ടായിരുന്നു. പറഞ്ഞാൽ താങ്കൾ ഈ കഴിയുന്ന ഫാമിലിയുടെ ഒരു പൊളിറ്റിക്സും മറ്റു ഭാഗത്തു നിന്നും അതെങ്ങനെ കൈകാര്യം ചെയ്തു? അത് ഏതെങ്കിലും തരത്തിൽ നമ്മളെ അത് കേട്ടപ്പോൾ അതെ കേട്ടപ്പോൾ വിഷമമുണ്ടായി, എല്ലാവർക്കും ഉണ്ടാകുന്ന പോലെ. അത്രയ്ക്ക് അതിനെ വളച്ചൊടിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നി. അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ പറഞ്ഞ എൻ്റെ പൂർണ്ണ ബോധ്യത്തിലും അനുഭവത്തിലും ഞാൻ കാര്യങ്ങളായിരുന്നു. ഒപ്പം ഏതൊരു ഉദ്യോഗസ്ഥയും ചെയ്യുന്ന കാര്യം തന്നെയാണ് ഞാനും ചെയ്തത് എന്നാണ് ഞാനിപ്പോഴും വിശ്വസിക്കുന്നത്. പക്ഷേ ഞാനെന്ന് പറയുന്ന വ്യക്തിയെ അവിടെ വിസിലിൻ്റെ MD അല്ല ആളുകൾ കണ്ടത്. അതിലുപരിയായിട്ട് അതിൻ്റെ കീഴോട്ട് പോയി മറ്റെന്തൊക്കെയോ ആളുകൾ കണ്ടു. കുറച്ച് പേരെങ്കിലും കണ്ടു, എല്ലാവരും എന്ന് ഞാൻ പറയില്ല, കുറച്ച് പേരെങ്കിലും കണ്ടു. അപ്പം അതിൻ്റെ ഒരു സ്ത്രീ എന്ന നിലയിൽ അത് നോക്കുമ്പോൾ അതെന്നെ വിഷമിപ്പിച്ചു. അത് ഒരു വ്യക്തിയുടെ നിഴലായി മാത്രം നിൽക്കേണ്ടവളാണ് എന്നുള്ള ഒരു പരോക്ഷമായിട്ടുള്ള ഒരു ചിന്ത അതിലൂടെ പ്രതിഫലിച്ചോ എന്നെനിക്ക് തോന്നി. അതുകൊണ്ട് എനിക്ക് വിഷമമായി. അതെ 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 തീർച്ചയായിട്ടും. ഡിജിറ്റൽ മീഡിയ കൺവീനറായ സരിൻ ഈ വിഷയത്തിൽ വളരെ പേഴ്സണലി ടാർഗറ്റ് ചെയ്ത് സംസാരിച്ചിരുന്നു. അതൊക്കെ എങ്ങനെയാണ് എഫക്ട് ചെയ്യുന്നത്? ഹൗ ഡു യു ഹാൻഡിൽ ഇറ്റ്? കാരണം അദ്ദേഹം പറഞ്ഞത് കേരളത്തിൽ വേറെ ഒരുപാട് നല്ല എഫിഷ്യന്റ് ആയ IAS ഓഫീസേഴ്സ് ഉണ്ടായിരുന്നു, ദിവ്യ അല്ല ഏറ്റവും നല്ലത് എന്നൊക്കെ പറഞ്ഞ് വളരെ പേഴ്സണലി ടാർഗറ്റ് ചെയ്തിട്ടാണ് സരിന്റെ ഇത് വന്നത്. അപ്പൊ അതൊക്കെ എങ്ങനെയാണ്? ഞാനാണ് നല്ലതെന്ന് ഞാനൊരിക്കലും പറഞ്ഞിട്ടില്ല ഒരിടത്തും. ഓഫ്കോഴ്സ് ഒരുപാട് അധികാരന്മാരുടെ പാത പിന്തുടരാനായി പ്രയത്നിക്കുന്ന ഒരു ചെറിയ വ്യക്തി മാത്രമാണ് ഞാൻ. അതെനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. അത് പറഞ്ഞു തന്നതിലും നന്ദിയുണ്ട്. അപ്പം എനിക്ക് ശരിക്കും അങ്ങനെ എന്താ പറയുക, ആളുകൾ എല്ലാവരും ഇപ്പോൾ
നമ്മൾ പറയുന്നതും ചെയ്യുന്നതും ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം എപ്പോഴും അംഗീകരിക്കണം എന്നൊന്നും എനിക്ക് യാതൊരു നിർബന്ധവും ഇല്ല. അത് അന്നും ഉണ്ടായിട്ടില്ല, ഇന്നും ഉണ്ടായിട്ടില്ല. അതിലൊന്നും എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ ഒരു വലിയൊരു വിഷയമായിട്ട് എനിക്കത് തോന്നാറില്ല. പക്ഷെ അതിൻ്റെ ഈ പറഞ്ഞ അതിന് മറ്റർത്ഥതലങ്ങളുണ്ട് എന്ന് കാണുമ്പോൾ, അത് ഞാനെന്ന് പറയുന്ന ഒരു വ്യക്തിയെ മാത്രം ടാർഗറ്റ് ചെയ്തല്ലാതെ ഞാൻ ഉൾപ്പെടുന്ന ഒരു സമൂഹത്തെ അത് ടാർഗറ്റ് ചെയ്യുന്നു എന്ന് കാണുമ്പോഴാണ് എനിക്ക് കൂടുതൽ വിഷമം വരുന്നത്. അതെപ്പോഴും വിമർശനങ്ങൾ വരുമ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. ഇപ്പം ഞാനെന്ന് പറയുന്ന ഒരു വ്യക്തിയെ, ഇപ്പോൾ ദിവ്യ അയ്യറിനെ അല്ലെങ്കിൽ ഞാനെന്ന് പറയുന്ന ഒരു വ്യക്തിയെ ഒരു മുറിയിൽ 10 പേരെ കൊണ്ടിരുത്തിയാൽ ചിലപ്പോൾ അതിൽ 2 പേർക്ക് എന്നെ ഇഷ്ടപ്പെടത്തുള്ളൂ, ചിലപ്പോൾ 10 പേർക്കും ഇഷ്ടപ്പെടും, ചിലപ്പോൾ 10 പേർക്കും ഇഷ്ടപ്പെടില്ല. അതൊക്കെ സ്വാഭാവികമാണ്, നമ്മുടെ സമൂഹത്തിൽ അതൊക്കെ സ്വാഭാവികമാണ്. അതിലിപ്പോൾ അത്രയ്ക്ക് അങ്ങ് ആകുലപ്പെടേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ നമ്മൾ ഉത്തമ ബോധ്യത്തിലാണ് കാര്യങ്ങൾ ചെയ്യുന്നത് എന്നുള്ളതിൽ നമുക്ക് വിശ്വാസം ഉണ്ടാവുക എന്നുള്ളതാണ് പ്രധാനം. പക്ഷേ എന്നെ വിമർശിക്കുന്നത് ഞാൻ എന്ന് പറയുന്ന ഒറ്റ വ്യക്തി അല്ലാതെ, ഇപ്പം ഈ പറഞ്ഞ കാര്യത്തിൽ അത് ഞാൻ എന്ന് പറയുന്ന ഒരു വ്യക്തി അല്ലാതെ ഒരു സ്ത്രീ എന്ന് പറയുന്ന ഒരു സമൂഹത്തെ ഒരു പക്ഷേ കുറച്ചൊന്ന് പിന്നാക്കം വലിച്ചോ എന്നുള്ള ഒരു തോന്നൽ വന്നുകൊണ്ടാണ് ഞാൻ അതിനെ റെസ്പോണ്ട് ചെയ്തത്. അങ്ങനെ എല്ലാ വിമർശനങ്ങൾക്കും പൊതുവെ പ്രതികരിക്കുന്ന ആളല്ല ഞാൻ. പക്ഷെ അത് വർക്കിംഗ് വിമൻ എന്ന് പറയുന്ന ഒരു ക്ലാസ് ഓഫ് ആളുകളെയാണ് അതിലൂടെ പ്രതിനിധീകരിച്ചതെന്ന് എനിക്ക് ബോധ്യമായതുകൊണ്ട് മാത്രമാണ്, അത് പല സ്ത്രീകളും എന്നോട് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ അതിന് പ്രതികരിച്ചത്. അപ്പോൾ നമ്മളിപ്പോൾ ഞാൻ എപ്പോഴും മനസ്സിൽ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്. സ്വാമി വിവേകാനന്ദ പറഞ്ഞ ഒരു ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞൊരു ഉത്തരമായിരുന്നു, വാട്ട് ഡസ് ഇറ്റ് ടേക്ക് ടു മേക്ക് ആൻ ഇൻഡിവിജ്വൽ ഓർ എ നേഷൻ ഗ്രേറ്റ് എന്നുള്ളതായിരുന്നു ചോദ്യം. അദ്ദേഹം പറഞ്ഞ 3 കാര്യങ്ങളുണ്ടായിരുന്നു. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, ആദ്യത്തേത് ബിലീവ് ഇൻ ദ കൺവിക്ഷൻ ഓഫ് ഗുഡ്നെസ് എന്നുള്ളത്. നന്മയുടെ ഒരു കരുത്തിൽ വിശ്വസിക്കുക എപ്പോഴും. അത് വളരെ പ്രധാനമാണ് ജീവിതത്തിൽ. നമ്മൾ ചെയ്ത കാര്യം നന്മയുടെ പാതയിലാണ് എന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ പിന്നെ ആരെന്ത് പറഞ്ഞാലും ഒറ്റ പ്രശ്നം ഉണ്ടാവും. രണ്ടാമത്തത് അദ്ദേഹം പറഞ്ഞത്, അവോയ്ഡ് ജെലസി ആൻഡ് സസ്പിഷൻ. സ്പർദ്ധയും സംശയവും ദുശങ്കയും ഇല്ലാതാക്കുക എന്നുള്ളത്. ചുറ്റുമുള്ളവരുമായിട്ടുള്ള ബന്ധത്തിലുള്ള കാര്യമായിരിക്കും പറയുന്നത്. അതൊരു ദേശം പുരോഗതി പ്രാപിക്കണമെങ്കിലും ഒരു വ്യക്തി പുരോഗതി പ്രാപിക്കണമെങ്കിലും അത് വളരെ പ്രധാനമാണ്. നമ്മുടെ കൂടെയുള്ളവർ അല്ലെങ്കിൽ ചുറ്റുമുള്ളവരോട് നമുക്ക് അസൂയ തോന്നിയാലോ അല്ലെങ്കിൽ നമ്മൾ ഒരു മനുഷ്യനെ വിശ്വസിക്കാതിരുന്നാലോ ആകെ പ്രശ്നമാണ്. ഇപ്പോൾ ഇത് വ്യക്തിപരമായിട്ടാണെങ്കിലും നല്ല ജോലി സ്ഥലത്താണെങ്കിലും ഒക്കെ തന്നെ, ഇപ്പോൾ MD എന്ന് പറഞ്ഞ് ഞാൻ ഇരിക്കുന്നു എന്നുണ്ടെങ്കിലും ഞാൻ പ്രതിനിധീകരിക്കുന്നത് ഒരു വലിയ സമൂഹത്തെയാണ്. അവിടെ ഈ പറയുന്ന ജോലി ചെയ്യുന്ന തങ്ങളുടെ ഹൃദയം കൊണ്ടും ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും മതി കൊണ്ടും ഒക്കെ ജോലി ചെയ്യുന്ന അനേകം വ്യക്തികളുണ്ട്. അവരെ ഓരോരുത്തരെയും വിശ്വസിച്ച് ഓരോരോ ടാസ്ക് ഏൽപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് ശരിക്കും ഞാൻ ചെയ്യുന്നത്. അല്ലാതെ നമ്മൾ ചെയ്യുന്നത് വലുതായിട്ടൊരു കാര്യമല്ല. ആ വിശ്വാസം മാത്രമാണ് അവിടെ ശരിക്കും പ്രധാനം. അപ്പം അത് ശരിക്കും ഈ രണ്ടും പ്രധാനമാണ്. അവിടെ അസൂയയും പാടില്ല, ആവശ്യമില്ലാത്ത സംശയം ദുശങ്കയും പാടില്ല എന്നുള്ളത് വളരെ പ്രധാനം. മൂന്നാമത് അദ്ദേഹം പറഞ്ഞത്, ഓൾവേസ് ഹെൽപ്പ് ദോസ് ഹു ആർ ആൻഡ് ഹു ഡു ഗുഡ് എന്നുള്ളത്. നല്ല കാര്യം ചെയ്യുന്ന വ്യക്തികൾ, അതായത് ഉത്തമ ബോധ്യത്തിൽ അല്ലെങ്കിൽ ഉത്കൃഷ്ടമായ പ്രവൃത്തികൾ ചെയ്യുന്ന വ്യക്തികളെ എപ്പോഴും സഹായിക്കുക എന്നുള്ളത് മൂന്നാമത്തെ കാര്യം. അതും ഈ പറഞ്ഞ പോലെ ഇപ്പം ജോലിയിലാണെങ്കിലും സമൂഹത്തിലാണെങ്കിലും ഒക്കെ നമുക്കൊരു വ്യക്തിയെ കാണുമ്പോൾ അവർ ചെയ്യുന്ന പ്രവൃത്തികൾ നമ്മൾ മനസ്സിലാക്കുമ്പോഴൊക്കെ നമുക്ക് എല്ലാവർക്കും ആ ഒരു ബോധ്യം വരും, ഒരു ഇൻറ്റ്യൂഷൻ വരും പലപ്പോഴും. അതിപ്പോൾ ആരുടെയും സർട്ടിഫിക്കറ്റ് നോക്കിയല്ലേ നമ്മൾ തീരുമാനിക്കുന്നത്. പക്ഷേ ഉത്തമ ബോധ്യത്തോടു കൂടിയാണ്, നന്മയുടെ പാതയിലാണ് ഈ വ്യക്തി സഞ്ചരിക്കുന്നത് നമ്മൾ കാണുമ്പോൾ എന്ത് വില കൊടുത്ത് അവരെ സഹായിക്കുക. അങ്ങനെ എനിക്ക് തോന്നുന്നു ഈ 3 കാര്യങ്ങൾ എപ്പോഴും ഞാൻ എൻ്റെ മനസ്സിൽ വെക്കാറുണ്ട്.
അത് ഒരു പക്ഷേ വിമർശനങ്ങളെ നേരിടാൻ എനിക്ക് ശക്തി തരുന്നതും ഇത് തന്നെയാണെന്ന് തോന്നുന്നു. നമ്മൾ ചെയ്യുന്ന കാര്യത്തിലുള്ള നമ്മുടെ നന്മയിലുള്ള ഉത്തമ ബോധ്യം മറ്റുള്ളവരെ ഒരു സംശയത്തിൻ്റെ നിഴലിൽ വെറുതെ നോക്കാതിരിക്കുക. ഇപ്പം എന്നെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞതുകൊണ്ട് ആ വ്യക്തിക്ക് അതിൻ്റെ പിന്നിൽ വേറൊരു അജണ്ട ഉണ്ടോ എന്നൊക്കെ നമ്മൾ ചിന്തിച്ചു പോയാലാണ് എനിക്ക് പ്രശ്നം. അത് അവരുടെ ജീവിത അനുഭവം, അവരുടെ കാഴ്ചപ്പാട്. ഇഷ്ടമില്ലെങ്കിൽ വേണ്ട, അത്രേ ഉള്ളൂ. അവിടെ വെച്ച് നിർത്തിയാൽ നമുക്ക് മനസ്സമാനം. അതുപോലെ തന്നെ നമ്മൾ പരമാവധി ആളുകളെ സഹായിക്കാൻ ശ്രമിക്കുക. അത് ഇങ്ങോട്ടോ അങ്ങോട്ടോ ഒക്കെ തന്നെ, അത്രേ ഉള്ളൂ.